السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد تقوى عباد الله. ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, രാവിലെ മുതൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടനവധി ചർച്ചകളും പ്രഭാഷണങ്ങളുമൊക്കെയായി നമ്മുടെ സമയം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ അടിസ്ഥാനപരമായി കൊണ്ട് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കപ്പെടുന്നതിന് അടിസ്ഥാനപരമായി കൊണ്ടുണ്ടാവേണ്ടത് ആദർശരംഗത്തുള്ള നമ്മുടെ വിശുദ്ധിയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ലോകത്ത് ഒട്ടേറെ പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. ആ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ മുഴുവനും ഈ ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്ത്യപ്രവാചകനടക്കം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന സന്ദേശമാണ്. സൂറത്ത് അംബിയായിലെ 25-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്, വമാ അർസൽനാ മിൻ ഖബലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുൻ. നിനക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല, അവർ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വഹി നൽകപ്പെട്ടിട്ടല്ലാതെ, അതുകൊണ്ട് എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണമെന്ന് വഹി നൽകിയിട്ടല്ലാതെ ഒരു പ്രവാചകനെയും അള്ളാഹു നിയോഗിച്ചിട്ടില്ല എന്നതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന കലിമത്ത് തൗഹീദ്, അതാണ് ഇസ്ലാമിൻ്റെ അടിത്തറ എന്ന് നാം മനസ്സിലാക്കണം. ആ അടിത്തറ തകർന്നു പോയി കഴിഞ്ഞാൽ ഒരുപാട് അനർത്ഥങ്ങളുണ്ടാകും. മറ്റെന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല. നമ്മുടെ അടിത്തറ ശരിയാവുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നല്ലാഹ ഹറമ അലന്നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിച്ച ഒരാളെ അള്ളാഹു നരകത്തിന് നിഷിദ്ധമാക്കിയിരിക്കുന്നു. കേവലമുള്ള പ്രഖ്യാപനമല്ല. ഒരുപാട് ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിക്കാറുണ്ട്. ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് കേവലം നാവുകൊണ്ടുള്ള ഉരുവിടൽ മാത്രമല്ലാതെ യബ്തഗി ബിദാലിക വജ്ഹല്ലാ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട്, ആത്മാർത്ഥമായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ ഒരാൾ പ്രഖ്യാപിക്കുന്നുവെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം നരകം അവന് നിഷിദ്ധമാണ് എന്ന് അള്ളാഹു പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ വിപരീതമായിട്ടുള്ള, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള പാപങ്ങളിലേക്ക് പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം. അതിൻ്റെ നേരെ വിപരീതമുള്ള മഹാപാപമാണ് ശിർക്ക് എന്ന് പറയുന്നത്. പ്രവാചകന്മാർ, അള്ളാഹു പറയുന്നത്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുമ്പുള്ള പ്രവാചകന്മാർക്കുമൊക്കെ വഹി നൽകിയിട്ടുള്ള കാര്യമില്ല, ഇൻ അശ്റക്ത ലയഹ്ബത്തുന്ന അമലുക്. താങ്കൾ ശിർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും താങ്കളുടെ കർമ്മങ്ങൾ, അമലുകൾ നിഷ്ഫലമായി പോകുമെന്നാണ്. ലോകത്ത് വന്ന ഏത് പ്രവാചകന്മാർക്കും അള്ളാഹു വഹി നൽകിയിട്ടുള്ളൊരു കാര്യം, ഏത് പ്രവാചകനാവട്ടെ, ഏത് വ്യക്തിയാവട്ടെ, അയാൾ ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകും, അയാൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യും എന്നതാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ശൈഅൻ ദഖലൽ ജന്ന. അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ ഒരാൾ നാളെ കണ്ടുമുട്ടിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതെങ്കിലോ അവൻ നരകത്തിലും പ്രവേശിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ ഏകദൈവ വിശ്വാസം അത് ഉൾക്കൊള്ളുവാൻ ഭാഗ്യം സിദ്ധിച്ച ആളുകളാണ് നമ്മൾ ഓരോ ആളുകളും.
പക്ഷെ നമ്മൾ ഏകദൈവ വിശ്വാസമാകുന്ന തൗഹീദ് ഉൾക്കൊള്ളാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണ് എന്നതുകൊണ്ട് മാത്രം ഇനി ഒരിക്കലും നമ്മിലേക്ക് ശിർക്ക് കടന്നു വരികയില്ല എന്ന് നിർഭയരായിരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. കാരണം ഏകദൈവ വിശ്വാസം ഉൾക്കൊണ്ട സമൂഹങ്ങളിലേക്കാണ് പിൽക്കാലത്ത് ശിർക്ക് കടന്നു വന്നിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം, ഇതൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനതയെ അള്ളാഹു കൂടെ ഉണ്ടായിരുന്ന ആളുകളെ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തി. അവർ കടൽ കടന്ന് അക്കരെ എത്തി. കടൽ കടന്ന് അക്കരെ എത്തിയപ്പോൾ അവർ കാണുന്ന കാഴ്ച ബിംബാരാധനയിൽ മുഴുകിയ ഒരു സമൂഹത്തെയാണ്. ഖുർആൻ പറഞ്ഞത് വജാവസ്നാ ബി ബനി ഇസ്രാഈൽ അൽ ബഹർ, ബനു ഇസ്രായേലരെ നാം കടൽ കടത്തി രക്ഷപ്പെടുത്തി. ഫഅതൗ അലാ ഖൗമി യഅഖുഫൂന അലാ അസ്നാമിൻ ലഹും, തങ്ങളുടെ വിഗ്രഹങ്ങൾക്ക് ഇബാദത്ത് ചെയ്യുന്ന ഒരു ജനവിഭാഗത്തെയാണ് കടൽ കടന്ന് അക്കരെ എത്തിയപ്പോൾ അവർ കാണുന്നത്. അത് കണ്ടപ്പോൾ ഒരു കൗതുകം അവർക്ക്. അത് കണ്ടപ്പോൾ അവർ ഏകദൈവ വിശ്വാസിയായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട്, തങ്ങളുടെ പ്രവാചകനോട് അവർ ആവശ്യപ്പെട്ടു, ഇജഅൽ ലനാ ഇലാഹൻ കമാലഹും ആലിഹ, അവർക്കൊക്കെ ചില ഇലാഹുകളുള്ള പോലെ ഞങ്ങൾക്കും കാണാവുന്ന ഒരു ഇലാഹിനെ നീ നിശ്ചയിച്ചു തരണമെന്ന്. ആരാണ് ഈ ആവശ്യപ്പെട്ടത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ കടൽ കടന്ന് ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ട് ഫിർഔനും സംഘവും മുങ്ങി മരിക്കുന്നത് നേർക്കുനേരെ കണ്ട ഒരു ജനവിഭാഗം, ദൈവിക ദൃഷ്ടാന്തത്തെ നേർക്കുനേരെ കണ്ട് ബോധ്യപ്പെട്ട ഒരു ജനവിഭാഗം. അവരാണ് ഞങ്ങൾക്കും കണ്ണുകൊണ്ട് കാണാവുന്ന അവരെപ്പോലുള്ള ഒരു ആരാധ്യ വസ്തുവിനെ നിശ്ചയിച്ചു തരണം എന്നാവശ്യപ്പെടുന്നത്. അപ്പോൾ വളരെ പെട്ടെന്നാണ് ആളുകൾ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നത് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് നോക്കൂ നിങ്ങൾ, വജനുബനി വബനിയ അൻ അഅ്ബുദൽ അസ്നാം, എന്നെയും എൻ്റെ സന്തതികളെയും ഞങ്ങൾ വിഗ്രഹങ്ങൾക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് നീ അകറ്റി നിർത്തണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. ഏകദൈവാരാധനയ്ക്ക് വേണ്ടി, ഏകദൈവാരാധനയുടെ പ്രബോധനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച പ്രവാചകൻ, ആ പ്രവാചകനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ജാഗ്രതയോടുകൂടിയായിരിക്കണം ജീവിക്കേണ്ടത്. നമ്മുടെ വിശ്വാസരംഗത്ത് കലർപ്പുകൾ വന്നു ചേരുന്നത് എപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി നമ്മൾ കാണണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ലാ തഖൂമുസ്സാഅ, അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറയുന്നത്, ഹത്താ തൽഹഖ ഖബാഇലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചില വിഭാഗങ്ങൾ ബഹുദൈവ വിശ്വാസികളുമായി കൊണ്ട് ബഹുദൈവ ആരാധകരുമായി ബന്ധപ്പെടാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്ന്. അതേപോലെ തന്നെ ഹത്താ തഅബുദ ഖബാഇലു മിൻ ഉമ്മത്തി അൽ ഔസാൻ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ വിഗ്രഹങ്ങൾക്ക് ഇബാദത്തെടുക്കാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുമ്പോൾ എത്ര ഗൗരവമുണ്ട് ഈ വിഷയം എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ഏകദൈവ ആരാധനയെ ഉൾക്കൊണ്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഈ ശിർക്കിലേക്ക് ആപതിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നാം കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കണമെന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹതപ്പെട്ടവനായി മറ്റൊരു ശക്തിയുമില്ല എന്ന കാര്യം നീ അറിയണം, മനസ്സിലാക്കണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് തരപ്പെട്ടവനായി അർഹതപ്പെട്ടവനായി മറ്റൊരു ശക്തിയുമില്ല എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ താല്പര്യം. അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് സമർപ്പിച്ചാൽ ശിർക്കായിത്തീരുന്ന ഇബാദത്ത്, അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഖല്ലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് നിൻ്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു, മറ്റൊരു ശക്തിക്കും ഇബാദത്ത് ചെയ്യാൻ പാടില്ല, അവന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന് അള്ളാഹു വിധിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നു. അവിടെ അള്ളാഹു പഠിപ്പിക്കുന്ന ഇവിടെയുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധന എന്നതാണ്. അത് അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ. അനുസരണമെന്നോ അടിമവേലയെന്നോ അതേപോലെയുള്ള ആശയങ്ങളൊന്നും ഈ രംഗത്ത് അള്ളാഹുവിന് മാത്രം എന്ന് പറയുന്ന ഇബാദത്തിൻ്റെ മേഖലയിൽ ഒരിക്കലും ചേർത്ത് വെക്കാൻ പാടുള്ളതല്ല എന്ന് നാം ഇവിടെ തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് ഇബാദത്ത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥനയാണ് ആരാധന എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ആ പ്രാർത്ഥന ഉൾച്ചേർന്നത് മാത്രമേ ഇബാദത്തായി തീരുകയുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ഒരു ഭാഗവും അള്ളാഹു അല്ലാത്ത ശക്തിയുടെ നേരെ തിരിച്ചുവിടാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പ്രാർത്ഥനയുടെ രംഗത്ത് ആളുകൾ വഴിതെറ്റിപ്പോകുന്നുണ്ട്. അള്ളാഹുവെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ പലരോടും വിളിച്ച് തേടിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ മുസ്ലിം സമുദായത്തിലേക്ക് പിൽക്കാലത്ത് കടന്നു വന്നിട്ടുണ്ട്. മുഹീദ്ദീൻ ശൈഖെ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ, അതേപോലെ തന്നെ മമ്പുറന്തങ്ങളെ കാക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ചില മരണപ്പെട്ടു പോയ വ്യക്തികളോട്, അതേപോലെ തന്നെ മറ്റ് അദൃശ്യ ശക്തികളോട് ഒക്കെ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന, അഭൗതികമായ നിലക്ക് സഹായം തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയുടെയും നേരെ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ തിരിച്ചുവിടാൻ പാടില്ല. അങ്ങനെ നമ്മൾ തിരിച്ചുവിട്ടാൽ തന്നെ അവരുത്തരം ചെയ്യുകയില്ല, കേൾക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നു. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാത്തവരോട് വിളിച്ചു തേടുന്നവരേക്കാൾ വഴിപിഴച്ച ആളുകൾ ലോകത്താരാണുള്ളത്? വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അവർ ഇവരുടെ പ്രാർത്ഥനയെക്കുറിച്ച് ശ്രദ്ധയില്ലാത്തവരാണ്, അശ്രദ്ധരാണ് എന്ന് ഖുർആൻ പറയുന്നു. വഇദാ ഹുശിറന്നാസു കാനൂ ലഹും അഅദാഅ. പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ ഈ പ്രാർത്ഥിക്കപ്പെട്ട ആളുകൾ പ്രാർത്ഥിക്കുന്നവരുടെ ശത്രുക്കളായി മാറുമെന്നും ഖുർആൻ പഠിപ്പിക്കുന്നു. അവർക്ക് ചെയ്ത ആരാധനയെ അവർ നിഷേധിക്കുകയും ചെയ്യുമെന്ന് സൂറത്ത് അഹ്ഖാഫിലെ 5-6 വചനങ്ങളിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഏറ്റവും വലിയ വഴികേടാണ് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന. ഏറ്റവും വലിയ വഴികേടാണ്. ലോകത്ത് അതിനേക്കാൾ വലിയ ഒരു അധർമ്മമില്ല, അതിനേക്കാൾ വലിയ ഒരു തിന്മയില്ല. ഈ തിന്മ സംഭവിക്കുന്നതിൽ നിന്ന് ആളുകളെ മുക്തരാക്കുക എന്ന ദൗത്യം നമ്മൾ പ്രധാനമായും ഏറ്റെടുത്തുകൊണ്ട് നിർവഹിക്കണം എന്നതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചല്ല ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. അള്ളാഹു അല്ലാത്ത ഏത് ശക്തികളായിരുന്നാലും ശരി, അവർ മനുഷ്യരാവാം, മറ്റ് അദൃശ്യ ശക്തികളാകാം, അവരോടൊക്കെ വിളിച്ചു തേടുന്നത് കുറ്റകരമാണ്, പൊറുക്കപ്പെടാത്ത അപരാധമാണ്, ശിർക്കാണ് എന്ന് ഇസ്ലാം കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നു. ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും. അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങളെപ്പോലുള്ള അടിമകൾ മാത്രമാകുന്നു. ഫദ്ഉഹും ഫല്യസ്തജീബു ലക്കും ഇൻ കുൻതും സ്വാദിഖീൻ. നിങ്ങൾ അവരോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ, അവരൊന്ന് ഉത്തരം ചെയ്യട്ടെ. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അതൊന്ന് ചെയ്ത് കാണിച്ചു തരൂ എന്ന് വിശുദ്ധ ഖുർആൻ വെല്ലുവിളിക്കുകയാണ്. അള്ളാഹു അല്ലാത്ത ശക്തികൾ നിങ്ങളെപ്പോലുള്ള അടിമകൾ മാത്രമാണ്, അള്ളാഹുവിൻ്റെ ദാസന്മാർ മാത്രമാണ്, അവരോട് വിളിച്ചു തേടാൻ പാടില്ല എന്ന് ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു തരികയാണ്. പക്ഷെ പലപ്പോഴും ആളുകളെ ഇത്തരത്തിലുള്ള പ്രാർത്ഥനയിൽ നിന്ന് വഴിതിരിച്ചുകൊണ്ട് ശിർക്കിലേക്ക് കൊണ്ടുപോകുവാനുള്ള അതിശക്തമായ നീക്കങ്ങൾ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, ദുആ ചെയ്യാൻ പാടില്ല, പക്ഷെ അവരോട് ഇസ്തിഗാസയാവാം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ഇവിടെ നാം തിരിച്ചറിയേണ്ടത് വിശുദ്ധ ഖുർആനിലും ഭാഷയിലുമൊക്കെ ഇസ്തിഗാസയും ദുആവുമൊക്കെ ഒരേ അർത്ഥത്തിൽ തന്നെ പ്രയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും, ഒരേ ആശയത്തിൽ പ്രയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. അതിൽ ശിർക്ക് വരുന്ന രംഗങ്ങളുണ്ട്, ശിർക്ക് വരാത്ത രംഗങ്ങളുമുണ്ട്. അത് കൃത്യമായി കൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നതാണ്. ഇസ്തിഗാസയെ സംബന്ധിച്ചിടത്തോളം 2 വിധത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, കാര്യകാരണ ബന്ധത്തിൽ ഉൾപ്പെട്ടതായ സഹായത്തേട്ടമാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനതയിൽപ്പെട്ട ബനീ ഇസ്രായേലിൽപ്പെട്ട ഒരാൾ ഒരു ഖിബ്തിയുമായി കൊണ്ട് മൽപ്പിടുത്തം നടത്തുകയും മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സഹായാർത്ഥന നടത്തുകയും ചെയ്ത കാര്യം ഖുർആൻ പറയുന്നുണ്ട്. ഫസ്തഗാസഹുല്ലദീ മിൻ ശീഅത്തിഹി അലല്ലദീ മിൻ അദുവിഹി എന്ന് പറയുന്ന സൂറത്ത് ഖസസിലെ 15-ാമത്തെ വചനം. ഇതിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ബനൂ ഇസ്രായേലിൽപ്പെട്ട ആൾ ഇസ്തിഗാസ ചെയ്തു എന്നാണ്. ആ ഇസ്തിഗാസ എന്ന് പറയുന്നത് നേർക്ക് നേരെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ടുള്ള സഹായത്തേട്ടമാണ്. ജീവിച്ചിരിക്കുന്ന ഒരാളോട് അയാളുടെ കഴിവിൽപ്പെട്ട ഒരു കാര്യം അയാളുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് തേടിക്കൊണ്ടിരിക്കുന്നു. ഇതൊരിക്കലും ശിർക്കാണ് എന്ന് നമ്മൾ പറയുന്നില്ല, വിശുദ്ധ ഖുർആൻ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. മനുഷ്യന്മാർ തമ്മിൽ ഇത്തരത്തിലുള്ള സഹായാർത്ഥനകളും മറ്റുമൊക്കെ ആകുന്നതിനും മതം വിരോധിച്ചിട്ടില്ല എന്ന കാര്യം നാം തിരിച്ചറിയണം. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത് കാര്യകാരണ ബന്ധത്തിന് അതീതമായിട്ടുള്ള സഹായത്തേട്ടമാണ്, അദൃശ്യമായ മാർഗത്തിലൂടെയുള്ള സഹായത്തേട്ടമാണ്, അഭൗതികമായ നിലക്കുള്ള സഹായത്തേട്ടമാണ്, മറഞ്ഞ വഴിയിലൂടെയുള്ള സഹായത്തേട്ടമാണ്. അതാണ്
ബദറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശുദ്ധ ഖുർആനിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് തസ്തഗീഥൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം. ഈ ഇസ്തിഗാസ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അഭൗതികമായ നിലക്കുള്ള, അദൃശ്യമായ നിലക്കുള്ള കാര്യകാരണ ബന്ധത്തിന് അതീതമായിട്ടുള്ള സഹായാർത്ഥനയാണ്. ഇത് അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയുടെയും നേരെ തിരിച്ചുവിടാൻ പാടില്ല എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പലപ്പോഴും പല തെറ്റിദ്ധരിപ്പിക്കലുകളും ആളുകൾക്കിടയിൽ ഉണ്ടാവാറുണ്ട്. അതിലൊന്ന്, വിളിച്ചു തേടപ്പെടുന്ന ആളുകൾ അവർ ലോകത്തിൻ്റെ ഇലാഹുകളാണ് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്ക് വരികയുള്ളൂ, ഇല്ലെങ്കിൽ ശിർക്ക് വരികയില്ല എന്ന രൂപത്തിലൊക്കെയുള്ള ചിന്താഗതികൾ ആളുകളുടെ ഇടയിൽ പലപ്പോഴും ചില ആളുകൾ പടർത്തിവിടാൻ ശ്രമിക്കാറുണ്ട്. സത്യത്തിൽ അങ്ങനെയുള്ള യാതൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. വിശുദ്ധ ഖുർആനിലും പ്രവാചക വചനങ്ങളിലുമൊക്കെ നമ്മൾ കണ്ണോടിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിഗ്രഹാരാധനയും മറ്റുമൊക്കെ മുസ്ലിം സമുദായം അതിലേക്ക് എത്തിപ്പെടുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഗ്രഹങ്ങൾ, വഥനുകൾ ഇലാഹാണ് എന്നവർ വിശ്വസിക്കുന്നില്ല. പക്ഷേ വിഗ്രഹാരാധനയിലേക്ക് അവർ പോകും എന്നതാണ് പ്രവാചക വചനം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. മൻ അല്ലഖ തമീമത്തൻ ഫഖദ് അശറക, പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. ഒരാൾ ഏലസ് ബന്ധിച്ചു കഴിഞ്ഞാൽ അവൻ ശിർക്ക് ചെയ്തു കഴിഞ്ഞു എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. ഏലസ് ഇലാഹാണ് എന്ന് ലോകത്താരും വിശ്വസിക്കുകയില്ല, എന്നാൽ പോലും അവിടെ ശിർക്ക് വരും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ രൂപത്തിൽ ഇത്തരത്തിലുള്ള വികലമായ ചിന്താഗതികളാണ് പലപ്പോഴും ആളുകളുടെ ഇടയിലേക്ക് ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് ആളുകളെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് നാം ഇവിടെ തിരിച്ചറിയേണ്ടത്. അതേപോലെ മഹാന്മാരുടെ മഖ്ബറകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് ശിർക്കുപരമായ വിശ്വാസങ്ങളും മറ്റുമൊക്കെ ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മഖ്ബറകൾ പ്രാർത്ഥനാ കേന്ദ്രങ്ങളായിക്കൊണ്ട് മാറുകയും മരണപ്പെട്ടുപോയ ആളുകൾ പ്രാർത്ഥിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തുനിന്ന് വിട പറയുന്നതിൻ്റെ മുമ്പ് പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വതനൻ യുഅബദ്, അള്ളാഹുവേ എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി മാറ്റരുതേ എന്ന്. ഈ രൂപത്തിൽ ആരാധിക്കപ്പെടുന്നുവെങ്കിൽ, പ്രാർത്ഥിക്കപ്പെടുന്നുവെങ്കിൽ അതൊരു ബിംബമാക്കുന്നതിന് സമാനമാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇവിടെ പഠിപ്പിച്ചു തരികയാണ്. ബഹുദൈവ വിശ്വാസികളുടെ ബഹുദൈവാരാധനയ്ക്ക് തുല്യമായി ഇക്കാലഘട്ടത്തിൽ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഇമാം റാജി വിശദീകരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് വനദിറുഹു ഫി ഹാദ സമാൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നത്, ഇക്കാലഘട്ടത്തിൽ ആളുകൾ ചെയ്യുന്നൊരു കാര്യം മഹാന്മാരായ ആളുകളുടെ ഖബറുകളെ ആദരിക്കലാണ്. അവരുടെ വിശ്വാസം ഈ ഖബറുകളെ തങ്ങൾ ആദരിച്ചു കഴിഞ്ഞാൽ, ഈ ഖബറുകളിലുള്ള ഖബറിനെ നമ്മൾ വന്ദിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ആളുകൾ നാളെ നമുക്ക് ശുപാർശകരായി കടന്നു വരും എന്നാണ് അവരുടെ വിശ്വാസം. അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് അവരെ അടുപ്പിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. ഈ രൂപത്തിലുള്ള വിശ്വാസവുമായി കൊണ്ട് മുന്നോട്ട് പോകുന്നത് ശിർക്കാണ് എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറ്റൊന്ന്, പ്രാർത്ഥനയിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് വഴിതെറ്റിക്കുവാൻ വേണ്ടി വരുന്ന മറ്റൊരു വികലമായ ഒരു ചിന്താഗതിയാണ് മുഅ്ജിസത്തും കറാമത്തും. മുഅ്ജിസത്തിൻ്റെയും കറാമത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് സഹായാർത്ഥന നടത്തിയാൽ അതൊരിക്കലും ശിർക്കാവുകയില്ല എന്നൊരു ചിന്താഗതി. യഥാർത്ഥത്തിൽ മുഅ്ജിസത്തും കറാമത്തും അതിനെ നമ്മൾ ആരും നിഷേധിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നൽകുന്ന കറാമത്ത്, അതേപോലെ തന്നെ പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകുന്ന മുഅ്ജിസത്ത്, ഇതൊന്നും അവരുടേതായ സ്വതന്ത്രമായ കഴിവുകളല്ല എന്നതാണ് നാം തിരിച്ചറിയേണ്ടത്. പ്രവാചകന്മാർക്ക് അള്ളാഹു യഥേഷ്ടം പ്രകടിപ്പിക്കാൻ നൽകുന്ന ഒന്നല്ല മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. പ്രവാചകന്മാരുടെ ചരിത്രം നമുക്കത് മനസ്സിലാക്കി തരുന്നു. പലപ്പോഴും ആളുകൾ അത്ഭുത സിദ്ധികൾ പ്രകടിപ്പിക്കുന്ന ആളുകളെ കണ്ടാൽ അയാൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് അയാളോടൊരു പ്രത്യേകമായ ഒരു ആദരവും ബഹുമാനവും, അയാൾക്ക് എന്തോ ഒരു സിദ്ധിയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അയാളെ സമീപിക്കുകയും അദൃശ്യമായ നിലക്ക്, മറഞ്ഞ നിലക്ക് അയാൾക്ക് എന്തൊക്കെയോ ഉപകാരങ്ങൾ ചെയ്തു തരാൻ കഴിയും, എന്തെങ്കിലുമൊക്കെ ഉപദ്രവങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലത്തിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഒരു മനുഷ്യൻ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുന്നത് നിങ്ങൾ കണ്ടാൽ, അല്ലെങ്കിൽ വായുവിലൂടെ നിങ്ങൾ പറക്കുന്നതായി കണ്ടാൽ, അയാളെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും വഞ്ചിതരായി പോകരുത്. അയാളെക്കുറിച്ച് കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അയാളെ നിങ്ങൾ വിലയിരുത്തുന്നത് വരെ
ഒരിക്കലും നിങ്ങൾ വഞ്ചിതരായി പോകരുത് എന്ന് ഇമാം ഷാഫി രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് കറാമത്തുകൾ എന്ന് പറയുന്നത് പ്രവാചകന്മാർക്ക്, മുഅ്ജിസത്തുകൾ എന്ന് പറയുന്നത് പ്രവാചകന്മാർക്ക് യഥേഷ്ടം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഇസ്രായിലെ 90 മുതൽ 93 വരെയുള്ള വചനങ്ങളിൽ മൂസ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിശ്വാസികളായ ആളുകൾ ആവശ്യപ്പെട്ടൊരു കാര്യം ഇപ്രകാരമാണ്: വഖാലു ലൻ നുഅ്മിന ലക്, മുഹമ്മദേ നിന്നെ ഞങ്ങൾ വിശ്വസിക്കുകയേയില്ല, ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബുആ, ഈ ഭൂമിയിൽ നിന്ന് ഒരു ഉറവ നീ ഒഴുക്കിത്തരുന്നത് വരെ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയില്ല. മരുഭൂമിയിലൊരു നീരുറവ് ഉണ്ടാക്കിത്തരണം. അതേപോലെ പല ആവശ്യങ്ങളും അവർ ഉന്നയിച്ചു. ഔ തർഖാഫിസ് സമാ, അല്ലെങ്കിൽ നീ ആകാശത്തേക്ക് കയറിപ്പോകണം. ആകാശത്തേക്ക് കയറിപ്പോയി വലൻ നുഅ്മിന ലിറുഖിയിക ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖ്റഉഹു, നീ ആകാശത്തേക്ക് കയറിപ്പോയി എന്ന് വിശ്വസിക്കണമെങ്കിൽ ആകാശത്ത് നിന്ന് ഞങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നൊരു ഗ്രന്ഥം നീ ഇറക്കി കൊണ്ടുവരണം, അതുവരെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് മറുപടി പറയാൻ വേണ്ടി അള്ളാഹു പഠിപ്പിച്ചത്? ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുൻതു ഇല്ലാ ബശറൻ റസൂല, പറയുക പ്രവാചകരെ, അള്ളാഹു പരിശുദ്ധനാണ്. ഹൽ കുൻതു ഇല്ലാ ബശറൻ റസൂല, ഞാൻ മനുഷ്യനായ ഒരു പ്രവാചകനല്ലാതെ മറ്റെന്തെങ്കിലുമാണോ എന്നാണ് പ്രവാചകനോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞത്. ഞാൻ മനുഷ്യനായൊരു പ്രവാചകനാണ്. നിങ്ങളീ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടുവരിക എന്നത് എൻ്റെ കഴിവിൽപ്പെട്ടതല്ല, എൻ്റെ സാധ്യതയിൽപ്പെട്ടതല്ല എന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രവാചകന്മാർക്ക് നൽകിയ മുഅ്ജിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് സഹായം തേടുക എന്നത് ഒരിക്കലും ഇസ്ലാമികമായി കൊണ്ട് അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമല്ല എന്ന് നാം തിരിച്ചറിയണം. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം വടി നിലത്തിട്ടപ്പോൾ പാമ്പായതും അദ്ദേഹം പിന്തിരിഞ്ഞോടേണ്ടി വന്നതുമൊക്കെ നമുക്ക് ചരിത്രത്തിൽ വിശുദ്ധ ഖുർആനിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതൊക്കെ അവരുടെ യഥേഷ്ടം പ്രകടിപ്പിക്കാൻ പറ്റുന്ന കഴിവിൽപ്പെട്ടതല്ല എന്നതിൻ്റെ ഉദാഹരണങ്ങളിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ നമുക്കറിയാവുന്നതുപോലെ അള്ളാഹുവിൻ്റെ വലിയകളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ മിത്രങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ വലിയകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ ഈ ലോകത്ത് ചെയ്യാൻ സാധിക്കും. അവർ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ളവരാണ്. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കും എന്ന രൂപത്തിലുള്ള വികലമായ ചിന്താഗതികൾ മനുഷ്യർക്കിടയിൽ, ആളുകൾക്കിടയിൽ, വിശ്വാസികളിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വിമാനത്തെ നിയന്ത്രിക്കുവാൻ, അതേപോലെയുള്ള പല കാര്യങ്ങൾക്കും, രോഗങ്ങൾ സുഖപ്പെടുത്തുവാനൊക്കെ ഇത്തരത്തിലുള്ള വലിയകളെന്ന് പറയപ്പെടുന്ന ആളുകൾക്ക് സാധിക്കും എന്ന വികലമായ ചിന്താഗതികൾ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ആരാണ് അള്ളാഹുവിൻ്റെ വലിയകൾ, ആരാണ് അള്ളാഹുവിൻ്റെ വലിയകൾ? അങ്ങനെ ഒരു പ്രത്യേകമായൊരു വിഭാഗമായിക്കൊണ്ട് വിശ്വാസി സമൂഹത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് വേറെ പ്രത്യേക വേഷവിധാനത്തോടുകൂടി, പ്രത്യേക ഹാവഭാവങ്ങളോടുകൂടി ആളുകൾക്കിടയിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളാണോ ഇസ്ലാമിലെ വലിയകൾ? ഒരിക്കലുമല്ല. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നത് അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹുവിൻ്റെ വലിയകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. അല്ലദീന ആമനു വകാനു യത്തഖൂൻ, അവരാരാണ് അള്ളാഹുവിൻ്റെ വലിയകൾ? ഈമാനുള്ള ആളുകളാണ്. അല്ലദീന ആമനു, വിശ്വാസികളാണ്. വകാനു യത്തഖൂൻ, തഖ്വയുള്ള ആളുകളാണ്. ഈമാനും തഖ്വയുമുള്ള ആളുകൾ ആരൊക്കെയുണ്ടോ അവരൊക്കെ അള്ളാഹുവിൻ്റെ വലിയകളാണ്. ഈമാനും തഖ്വയുമുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ വലിയകളാണ്. അള്ളാഹുവിൻ്റെ വലിയകൾ എന്ന് പറഞ്ഞാൽ തഖ്വയുള്ളവർ മാത്രമാകുന്നു എന്ന തിരിച്ചറിവോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെ വരുമ്പോൾ ഈമാനും തഖ്വയുമുള്ള ലോകത്തുള്ള ഏതൊക്കെ മനുഷ്യന്മാരുണ്ടോ അവരൊക്കെ അള്ളാഹുവിൻ്റെ വലിയകളാണ്. അതല്ലാതെ പ്രത്യേകമായ ജപമാല പിടിച്ചുകൊണ്ട്, പ്രത്യേകമായൊരു പച്ചശാള് പുതച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനല്ല ഇസ്ലാമിൻ്റെ ദൃഷ്ടിയിൽ വലിയ എന്ന് പറയുന്നത്. അവരെ കാണുമ്പോഴേക്ക് പ്രത്യേകിച്ച് ഒരു അമിതമായ ഒരു ഭക്തിയോ അതേപോലെ തന്നെ അമിതമായ ഒരു ഭയപ്പാടോ ഒരിക്കലും ഒരു വിശ്വാസിക്കുണ്ടായിക്കൂടാ. ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ കാര്യങ്ങൾ നാം കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കണം. നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ കണ്ടെത്തുവാൻ അവർക്ക് കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതില്ല. മറഞ്ഞ കാര്യങ്ങൾ അവർക്കറിയുമെന്ന് നാം വിശ്വസിക്കേണ്ടതില്ല. പലപ്പോഴും ആളുകൾ ഇത്തരത്തിലുള്ള ആളുകളുടെ അടുക്കലേക്കാണ് മറഞ്ഞ കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി പോകാറുള്ളത്. നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ അതറിയുവാൻ വേണ്ടി ഇന്ന സിദ്ധൻ്റെ അടുക്കൽ, ഇന്ന ബീവിയുടെ അടുക്കൽ, ഇന്ന ആളുടെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ
അവർക്ക് അത് കണ്ടെത്തുവാനും അത് നമുക്ക് അറിയിച്ചു തരുവാനും സാധിക്കുമെന്ന് ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് വികലമായ വിശ്വാസമാണ്. ഒരു കഴിവും ആ വിഷയത്തിൽ അവർക്കില്ല എന്നതാണ് നാം തിരിച്ചറിയേണ്ടത്. അതേപോലെ തന്നെ സാമ്പത്തിക അഭിവൃദ്ധി ലക്ഷ്യം വെച്ചുകൊണ്ട്, സാമ്പത്തികമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട്, കുടുംബപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയൊക്കെ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. ജിന്നുമയുടെ അടുക്കൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറിക്കൂടുമെന്നും ഉപദ്രവിക്കുമെന്നും ശാരീരികമായി ഉപദ്രവിക്കുമെന്നും അതേപോലെ തന്നെ അവരെ ആ ജിന്നിനെ ഇറക്കുവാൻ ഇന്ന കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്നുമൊക്കെ ആളുകൾക്കിടയിൽ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചില ചികിത്സാ മുറകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള ചികിത്സാ രീതികൾ, ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് എന്നതാണ് നാം വിശ്വസിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഞാൻ ദീർഘമായിക്കൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പലപ്പോഴും അത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ധാരാളമായി കേട്ടവരാണ്. അതേപോലെ തന്നെ ഇന്ന വ്യക്തി അയാൾ മാരണം ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന അസുഖങ്ങളുണ്ടായത്, അയാളുടെ വീട്ടിൽ അയാളുടെ പറമ്പിൽ ഇന്ന മൂലയിൽ ഒരു തകിട് കുഴിച്ചു മൂടിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന കരിക്കിന്മേൽ ഇന്നതൊക്കെ എഴുതി വെച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന പ്രശ്നമൊക്കെ ഉണ്ടായത് എന്ന് ഒരാൾ പറഞ്ഞു കൊടുത്താൽ അതിൽ വിശ്വാസമർപ്പിക്കുകയും എന്നിട്ട് അതിൻ്റെ പരിഹാരക്രിയകൾ തേടിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുവെങ്കിൽ അത് ഇസ്ലാമിക ദൃഷ്ട്യാ കുറ്റകരമാണ്. അതിന് ഫലപ്രാപ്തിയില്ല എന്നത് കൃത്യമായിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ടതാണ്. പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ആ വിഷയങ്ങൾ കൂടുതൽ സംസാരിക്കുന്നില്ല. അതേപോലെ തന്നെ മന്ത്രിച്ചൂതിയ നൂല്, ആളുകൾ മന്ത്രിച്ചൂതിയ ഒരു നൂലിന് മറ്റ് നൂലുകൾക്കില്ലാത്ത എന്തോ ഒരു സവിശേഷതയുണ്ട് എന്നാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. പരീക്ഷാകാലമാണ്. പരീക്ഷാകാലത്ത് പല വിദ്യാർത്ഥികളും കൈകളിൽ നൂലുകൾ കെട്ടിക്കൊണ്ട് പരീക്ഷ എളുപ്പമാകാൻ വേണ്ടി നൂല് കെട്ടിക്കൊണ്ട് വരുന്ന കുട്ടികളെ പലപ്പോഴും കാണാറുണ്ട്. ഇവിടെ ആ നൂലിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് നൂലുകൾക്കില്ലാത്ത ഒരു പ്രത്യേകതയും ആ നൂലിനില്ല. ഏതെങ്കിലും ഒരു സിദ്ധൻ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ മന്ത്രതന്ത്രങ്ങൾ നടത്തിക്കൊണ്ട് അതിൽ പ്രത്യേകം ഊതുകയോ അതിനൊരു കെട്ടിടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രത്യേകമായ ഒരു കഴിവ് അതിലേക്ക് ആവാഹിച്ചിട്ടുണ്ട് എന്നും അതുകൊണ്ട് തൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നുമൊക്കെയുള്ള വിശ്വാസം, ആ നൂലിലും തകിടിലും തവക്കുലാക്കുന്ന ആ വിശ്വാസം അത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ആരെങ്കിലുമൊക്കെ നമ്മളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കൃഷിയെക്കുറിച്ച്, നമ്മുടെ വിളയെക്കുറിച്ച്, നമ്മുടെ ജോലിയെക്കുറിച്ച്, നമ്മുടെ ഭൗതികമായ നേട്ടങ്ങളെക്കുറിച്ചൊക്കെ നന്നായി പറഞ്ഞാൽ നമുക്കെന്തെങ്കിലുമൊക്കെ അപകടമുണ്ടാകുമെന്ന ഒരു വിശ്വാസം, ദൃഷ്ടിദോഷത്തിലുള്ള വിശ്വാസം, അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വികലമായ വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതും ഇസ്ലാമിക വിരുദ്ധമാണ്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് പരിഹാര നിർദ്ദേശങ്ങളുമായിക്കൊണ്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, അത് ചെയ്തു കഴിഞ്ഞാൽ കണ്ണേറ് തട്ടിയാൽ അത് മാറിക്കിട്ടും എന്ന രൂപത്തിലൊക്കെയുള്ള ചികിത്സാമുറകളും മറ്റുമൊക്കെ ആളുകൾക്കിടയിൽ മനുഷ്യന്മാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വികലമായ വിശ്വാസങ്ങളിൽ നിന്ന് നാം കൃത്യമായിക്കൊണ്ട് മാറി നിൽക്കുകയും സമൂഹത്തെ ബോധവൽക്കരിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യണം എന്നതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഒരു മനുഷ്യൻ്റെ തോളിൽ ഒരു ഏലസ് ബന്ധിച്ചതായി കാണുകയുണ്ടായി. ഒരു ചെമ്പിൻ്റെ തകിടാണ്. ആ തകിട് കണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വൈഹക് മാ ഹാദിഹി, എന്താണിത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് മിനൽ വാഹിന, വാതരോഗ നിവാരണത്തിന് വേണ്ടി, ശമനത്തിന് വേണ്ടി കെട്ടിയതാണ് എന്ന് പറഞ്ഞു. വാതരോഗം മാറുവാൻ വേണ്ടി കെട്ടിയതാണ് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അമ ഇന്നഹാ ലാ തസീദുക ഇല്ലാ വഹന, നിനക്കത് വാതരോഗം വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യുകയില്ല. നീ തകിട് കെട്ടിയത് കൊണ്ട് നിന്റെ രോഗം വർദ്ധിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യുകയില്ല. ഇംബിദ്ഹ അൻഹ, അത് നീ ഊരി ദൂരെ കളയുക, വലിച്ചെറിയണം. ഏലസുകളും തകിടുകളും എല്ലാം വലിച്ചെറിയുവാൻ സാധിക്കണം. മന്ത്രതന്ത്രങ്ങൾ നടത്തിയ നൂലുകൾ വലിച്ചെറിയുവാൻ സാധിക്കണം. ഫഇന്നക ലൗ മുത്തവഹി അലൈക് മാ അഫ്ലഹ്ത അബദ, ഇതോടുകൂടി നീ മരണപ്പെട്ടു പോവുകയാണ് എങ്കിൽ ഈ ഏലസും തകിടും അതേപോലെ തന്നെ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ നിൻ്റെ ശരീരത്തിൽ ബന്ധിച്ചുകൊണ്ട് അതിലൊക്കെ അദൃശ്യമായ നിലക്ക് അതിന് ഉപകാരം ചെയ്യുവാൻ സാധിക്കുമെന്നോ ഉപദ്രവം ചെയ്യാൻ സാധിക്കുമെന്നോ നിന്നെ ബാധിക്കുന്ന എന്തെങ്കിലും ഉപദ്രവങ്ങളെ തടുക്കാൻ അതിന് കഴിയുമെന്നോ നീ വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും നീ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ലോകത്ത് നമ്മുടെ വിശ്വാസത്തെ തകർക്കുവാൻ വേണ്ടി ഒരുപാട് അന്ധവിശ്വാസങ്ങൾ
ആളുകൾക്കിടയിൽ നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന്, ആളുകൾ ചില ശബ്ദങ്ങൾക്കൊക്കെ പ്രത്യേക പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നതാണ്. ഒരു പക്ഷി എന്തെങ്കിലും ഒരു ശബ്ദമുണ്ടാക്കിക്കഴിഞ്ഞാൽ, ആ പക്ഷി ശബ്ദമുണ്ടാക്കിക്കഴിഞ്ഞാൽ അവിടെ മരണം ഉറപ്പാണ് എന്ന രൂപത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇന്ന പക്ഷി ശബ്ദമുണ്ടാക്കിക്കഴിഞ്ഞാൽ അവിടെ മരണമുണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു പക്ഷി ശബ്ദമുണ്ടാക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ സ്വതസിദ്ധമായ ശബ്ദം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് അതിഥികളെ കൊണ്ടുവരും എന്ന വിശ്വാസം. ഇങ്ങനെയുള്ള പക്ഷിലക്ഷണം നോക്കുന്ന ഒരു സമ്പ്രദായം, അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ആളുകളിലേക്ക് കടന്നു വരുന്നുണ്ട്. അതും ഇസ്ലാമികമല്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതേപോലെ നോക്കൂ നിങ്ങൾ, കുരുത്തക്കേടിലുള്ള വിശ്വാസം. ഇന്ന ആളുടെ കുരുത്തക്കേടാണ് എന്ന രൂപത്തിൽ ആളുകൾ വിശ്വസിക്കാറുണ്ട്. അയാളെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അയാളെ പ്രീതിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അയാളുടെ കുരുത്തക്കേട് നിങ്ങൾക്ക് തട്ടും എന്ന രൂപത്തിൽ ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ബഹുദൈവ വിശ്വാസികളോട് പറഞ്ഞതാണ്. ഞങ്ങളുടെ ഇലാഹുകളുടെ ചില കുരുത്തക്കേടുകൾ നിങ്ങൾക്ക് തട്ടുമെന്ന് ബഹുദൈവ വിശ്വാസികളെ ഭീഷണിപ്പെടുത്തിയതായിട്ട് ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ കുരുത്തക്കേടിലുള്ള വിശ്വാസം, ഇതൊക്കെ അന്ധവിശ്വാസങ്ങൾ തന്നെയാണ്. അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ മുക്തമായിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ, നഹ്സിലുള്ള വിശ്വാസം. നഹ്സിൽ ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. ദുശ്ശകുനം. ചില ദിവസങ്ങൾക്ക്, മാസങ്ങൾക്ക്, സമയങ്ങൾക്കൊക്കെ പ്രത്യേക ദുശ്ശകുനം കൽപ്പിച്ചുകൊണ്ട് ആളുകൾ കൽപ്പിക്കാറുണ്ട്. ആ മാസത്തിൽ വിവാഹത്തിലോ അതേപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങളിലോ ഏർപ്പെടാൻ പാടില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് നാശങ്ങളുണ്ടാകുമെന്ന് ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നഹ്സിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ്. നഹ്സ് എന്ന് പറയുന്നത്, ദുശ്ശകുനം എന്ന് പറയുന്നത് ജൂതന്മാരുടെ ഏർപ്പാടാണ് എന്നതാണ് ഇബ്നു ഹജറുൽ ഹൈത്തമിയെ പോലുള്ള ആളുകൾ പഠിപ്പിക്കുന്നത്. ഇന്ന ദാലിക മിൻ സുന്നത്തിൽ യഹൂദ്, ജൂതന്മാരുടെ നടപടിക്രമത്തിൽപ്പെട്ടതാണ് നഹ്സിലുള്ള വിശ്വാസം. അവരുടെ ഏർപ്പാടാണ്. ദുശ്ശകുനത്തിലുള്ള വിശ്വാസം എന്നത് ജൂതന്മാരുടെ ഏർപ്പാടാണ്. ലാ മിൻ ഹദിയിൽ മുസ്ലിമീൻ അൽ മുതവക്കിലീന അലാ ഖാലിഖിഹിം വബാരിഇഹിം, തങ്ങളുടെ നിയന്താവിലും സൃഷ്ടാവിലും ഭരമേൽപ്പിക്കുന്ന വിശ്വാസികളുടെ സമ്പ്രദായത്തിൽപ്പെട്ടതേയല്ല നഹ്സിലുള്ള വിശ്വാസം. മറിച്ച് അത് ബഹുദൈവ വിശ്വാസികളുടെ, ജൂതന്മാരുടെയൊക്കെ വിശ്വാസത്തിൽപ്പെട്ടതാണ് എന്ന് ഇബ്നു ഹജറുൽ ഹൈത്തമി അദ്ദേഹത്തിൻ്റെ ഫത്താവയിൽ വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വികലമായ വിശ്വാസങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അതിൽ നിന്ന് മുക്തമായ, നിർഭയമായി നമുക്ക് ജീവിക്കാൻ കഴിയണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംൻ, രണ്ട് വിഭാഗങ്ങളിൽ നിർഭയത്വത്തിന് ഏറ്റവും അവകാശപ്പെട്ട വിഭാഗം ഏതാണ് എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ നിങ്ങളൊന്ന് പറയൂ, രണ്ട് വിഭാഗങ്ങളിൽ നിർഭയത്വത്തിന് ഏറ്റവും അവകാശപ്പെട്ട വിഭാഗം ആരാണ്? ഏറ്റവും നിർഭയത്വത്തിന് അവകാശപ്പെട്ട ആളുകൾ എന്ന് പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ തന്നെ അത് നമുക്ക് മനസ്സിലാക്കി തന്നു. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ ളുൽമ് കൂട്ടിക്കലർത്താത്ത, ശിർക്ക് കൂട്ടിക്കലർത്താത്ത ആളുകൾ ആരോ അവർക്കാണ് നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അവരാണ് നേർമാർഗം പ്രാപിച്ചവരെന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വികല വിശ്വാസങ്ങളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ നിർഭയത്വം നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ശബ്ദമുണ്ടായിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് പേടിയാണ്. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ തകിട് കണ്ടാൽ അതിന് പേടിയാണ്. അതേപോലെ തന്നെ നൂല് കണ്ടാൽ അതിനെ പേടിയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വേഷവിധാനങ്ങൾ ധരിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളെ കണ്ടാൽ അയാളെ പ്രത്യേകമായ ഒരു അഭൗതികമായ നിലക്ക് എന്തോ ഒരു തരം പേടിയാണ്. ഈ ഒരു നിർഭയത്വം ഇല്ലാത്ത അവസ്ഥ ഒരു വിശ്വാസിക്കുണ്ടായിക്കൂടാ. അഹഖു ബിൽ അംൻ എന്ന് പറയുന്ന നിർഭയത്വത്തിന് ഏറ്റവും അർഹതയുള്ള വിഭാഗമായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. അങ്ങനെ മാറുമ്പോൾ സമാധാനത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ കഴിയും. ഇഹലോകത്ത് സമാധാനത്തോടു കൂടി സ്വസ്ഥമായിക്കൊണ്ട്, സംതൃപ്തമായിക്കൊണ്ട് നമുക്ക് ജീവിതം നയിക്കാൻ സാധിക്കും. പാരത്രിക ലോകത്ത് ഒരിക്കലും നഷ്ടമില്ലാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ മനസ്സമാധാനത്തോടുകൂടി സ്വർഗത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത്, അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ എത്തിപ്പെടുമ്പോൾ ഹുനഫാ അലില്ലാഹി ഗൈറ മുശ്രിക്കീന ബിഹി, ഋജുമനസ്കരായിക്കൊണ്ട്
വക്രതയില്ലാതെ വളവും തിരിവുമില്ലാതെ നേർക്ക് നേരെ നിങ്ങൾ നിലകൊള്ളണം. ബഹുദൈവ വിശ്വാസത്തിൽ അകപ്പെടാതെ ശിർക്ക് ചെയ്യാത്തവരായിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും ശിർക്ക് ചെയ്താൽ ഫകഅന്നമാ ഖറ മിനസ്സമാ, അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ് അവൻ്റെ അവസ്ഥ. ഫതഖ്തഫുഹു ത്വയ്ർ, പക്ഷികൾ അവനെ റാഞ്ചിയെടുത്ത് കൊണ്ടുപോകും. ഔ തഹ്വീ ബിഹി റീഹു ഫീ മക്കാനി സഹീഖ്, അല്ലെങ്കിൽ കാറ്റ് അവനെ വിദൂരമായ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി തള്ളുകയും ചെയ്യും. ഇതേ അവസ്ഥയാണ് ആളുകൾക്കിടയിലുള്ളത്. ഏകദൈവ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഏകദൈവ വിശ്വാസത്തിലേക്ക് അതിൽ നിന്ന് മാറി സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവൻ എവിടെയാണ് എത്തിപ്പെടുക എന്ന് പ്രവചിക്കാൻ സാധ്യമല്ല. അത്തരത്തിലുള്ളൊരവസ്ഥയാണ് ഉണ്ടാവുക. അതിനാൽ നാം പ്രമാണങ്ങളിലേക്ക് തിരിച്ചു പോകണം. ഇസ്ലാമിൻ്റെ മൗലിക പ്രമാണങ്ങൾ മനസ്സിലാക്കി ആ പ്രമാണങ്ങൾ എന്താണോ പഠിപ്പിക്കുന്നത് ആ കൃത്യമായ വിശ്വാസത്തിലേക്ക് നാം തിരിച്ചു പോകാൻ തയ്യാറാകണം. അതിലൂടെയാണ് നമുക്ക് വിജയമുണ്ടാവുന്നത്. അള്ളാഹുവും അവൻ്റെ പ്രവാചകനും എന്താണോ പഠിപ്പിച്ചത് അത് നാം ശരിയായ രൂപത്തിൽ മതത്തിൻ്റെ പ്രമാണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതിലൂടെയാണ് നമുക്ക് ശാശ്വതമായ വിജയമുള്ളത്. എവിടെയും നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും നിലപാടുകൾക്ക് വിരുദ്ധമായി നമ്മൾ മാറുന്നുണ്ടോ ഇല്ലേ എന്നത് എപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്, വിലയിരുത്തി നോക്കേണ്ടതുണ്ട്. ജീവിതത്തിൻ്റെ ഏതേത് മേഖലകളിലേക്ക് പോകുമ്പോഴും അള്ളാഹു പറഞ്ഞതിനെതിരാണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രവാചകൻ്റെ അധ്യാപനങ്ങൾക്കെതിരാണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി കൊണ്ട് വിലയിരുത്തിക്കൊണ്ടിരിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വമൻ യുശാഖിഖില്ലാഹ വറസൂലഹു ഫഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, ആരെങ്കിലും അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും എതിർക്കുന്ന പക്ഷം അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് മനസ്സിലാക്കണം എന്നാണ്. അള്ളാഹുവിൻ്റെയും പ്രവാചകനെയും എതിർക്കാൻ പാടില്ല, അള്ളാഹുവിനെയും പ്രവാചകനും എതിര് നിൽക്കാൻ പാടില്ല. അതിനെതിരാവാത്ത വിധം, അള്ളാഹും പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാവാത്ത വിധം നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും, വിശ്വാസകാര്യങ്ങളായിരുന്നാലും ആചാരപരമായ കാര്യങ്ങളായിരുന്നാലും മറ്റേത് മേഖലകളിലായിരുന്നാലും ശരി, അവിടെയൊക്കെ അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും നിർദ്ദേശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ തയ്യാറാവണം. സമൂഹത്തിൽ ഇതിന് വിരുദ്ധമായിക്കൊണ്ട് ബിദ്അത്തുകൾ, അനാചാരങ്ങൾ, പ്രവാചകൻ്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായിക്കൊണ്ട് പല അനാചാരങ്ങളും അധർമ്മങ്ങളും ആളുകൾ കൊണ്ടുവരാറുണ്ട്. ആരാധനാരംഗത്ത് കർമ്മപരമായ മേഖലകളിൽ ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട്. ഇവിടെയൊക്കെ അള്ളാഹും അവൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചത് തന്നെയാണോ എന്ന് കൃത്യമായി കൊണ്ട് ഉറപ്പുവരുത്തുവാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. പലപ്പോഴും ആളുകൾ ഏതെങ്കിലുമൊക്കെ ആളുകൾ കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ അതിലൊരു കൗതുകം തോന്നിക്കൊണ്ട് അതിൻ്റെ പ്രമാണം എന്താണ് എന്ന് അന്വേഷിക്കാതെ, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അന്വേഷിക്കാതെ, നിജസ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കാതെ അതിനെ അനുകരിക്കുന്ന ഒരു രീതിയാണ് ഈ രംഗത്ത് കണ്ടുവരുന്നത്. മുസ്ലിം സമുദായത്തിൽ പലപ്പോഴും ആരാധനകളുടെ കാര്യത്തിൽ, ആചാരങ്ങളുടെ കാര്യത്തിൽ പലതും ആളുകൾ കൊണ്ടുവരുന്നുണ്ട്. പിൽക്കാലത്ത് പലതും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. അതിനോടൊക്കെ ഒരു പ്രത്യേകമായൊരു ഭക്തിയും ആദരവുമൊക്കെ കടന്നു വരുന്നുവെങ്കിൽ നമ്മൾ വിലയിരുത്തുക, ഈ ചെയ്യുന്നതിന് എന്താണ് ഇസ്ലാമിക പ്രമാണത്തിൽ തെളിവുള്ളത്? അള്ളാഹു പഠിപ്പിച്ചത് കൊണ്ടാണോ ഇങ്ങനെ ചെയ്തു വരുന്നത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നിർദ്ദേശിച്ചിട്ടുണ്ടോ? പ്രവാചകൻ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? പ്രവാചകൻ അതിന് അംഗീകാരം നൽകിയിട്ടുണ്ടോ? പ്രവാചകൻ അതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടോ എന്നൊക്കെ കൃത്യമായിക്കൊണ്ട് വിലയിരുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ പോകേണ്ടത്. അതുകൊണ്ട് നാം കൃത്യമായിക്കൊണ്ട് ഓരോ കാര്യങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം. സമൂഹത്തിലും സമുദായത്തിലുമുള്ള സാമിരിമാർ ആളുകളെ വഴിതെറ്റിക്കുവാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതിനെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായി പ്രമാണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തിയെടുക്കുവാൻ തയ്യാറാവണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ ദീർഘമായിക്കൊണ്ട് സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് ചേരൽ ഒരു പുണ്യകർമ്മമായ സ്വാലിഹായ കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് അമ്പിച്ച പ്രതിഫലം നൽകിക്കൊണ്ട് ഈ വിശുദ്ധ റമദാനിൻ്റെ പ്രതിഫലങ്ങൾ പരിപൂർണമായി കരസ്ഥമാക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസരംഗത്ത് സംശുദ്ധി നിലനിർത്തിക്കൊണ്ട് അന്ധവിശ്വാസങ്ങളിലേക്ക് പോകാതെ ശരിയായ കറകളഞ്ഞ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ലോകത്ത് ശരിയായ വിശ്വാസം സ്വീകരിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് വിശ്വാസം എത്തിച്ചു കൊടുക്കുവാൻ, ശരിയായ ആചാരങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സമാധാനപൂർവ്വം ഇസ്ലാമിക ദഅവത്ത് നിർവഹിക്കുവാനുള്ള സമാധാനാന്തരീക്ഷം അള്ളാഹു നമ്മുടെ നാടുകളിൽ നിലനിർത്തി തരുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.